ഹായ് ഫ്രണ്ട്സ്. കഴിഞ്ഞ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം നേരെ അടുത്ത പാട്ടിലേക്ക് പോയാലോ? പാട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ലൂഡാന്ന് വന്നിട്ട് അവൻ്റെ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കായിരിക്കും. അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിന്നത്? അതുകൊണ്ടല്ലേ എനിക്ക് ശേഷം ഉണ്ടായ അനിയന്മാരും അനിയത്തിമാരൊക്കെ മരിച്ചുപോയത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാൻ അതൊക്കെ ചെയ്തത് നിനക്ക് വേണ്ടി തന്നെയാണ്. നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാനൊക്കെ ചെയ്തിട്ടുള്ളൂ. ആ കൊട്ടാരത്തിലുള്ള ആളുകളൊക്കെ നമ്മളെ ഒതുക്കാനല്ലേ നോക്കിയത്. പക്ഷേ ആ ശക്തി നമ്മളെ സഹായിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ന് പണക്കാരാവുമോ, നീ ഈ നിലയിലെത്തുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനല്ല, അച്ഛനാണ് വലിയ ആളാവണമെന്ന് ആഗ്രഹിച്ചത്. അതിനുവേണ്ടി എൻ്റെ കൂടപ്പിറപ്പുകളെ തന്നെയാണ് കൊന്നത്. അതൊന്നും എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ പദവി രാജിവെക്കാൻ പോവുകയാണെന്ന് അവൻ പറയും. നീ എന്താ പറയുന്നേ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ ഈ നിലയിലെത്തിക്കാൻ വേണ്ടിയാണ്. ഇപ്പം നീ ചെയ്യുന്നതോ നിന്റെ കൂടപ്പിറപ്പുകളുടെ മരണത്തിന് നീ ഒരു അർത്ഥവും ഇല്ലാതാക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നത്. ഞാനല്ല, അവരെ കൊന്നിട്ടിപ്പോൾ അച്ഛൻ ന്യായം പറയുകയാണോ എന്ന് അവൻ ചോദിക്കും. ആ സമയത്ത് ദുവാൻഷു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ ശക്തി കൊണ്ടൊന്നുമല്ല നിങ്ങളുടെ മകൻ ഒരു സേനാധിപനായി മാറിയത്. അവൻ്റെ കഴിവുകൊണ്ട് തന്നെയാണെന്ന് പറയുമ്പോൾ, ഏ അപ്പോൾ ഇത്രയും നാളും ആ ശക്തി എന്നെ പറ്റുകയായിരുന്നോ എന്ന് അയാളങ്ങ് ചോദിക്കും. അടുത്തായി കാണിക്കുന്നത് ആ ദുഷ്ടശക്തി അവിടുന്ന് പോയതുകൊണ്ട് തന്നെ അയാളുടെ നിധിയെല്ലാം പോവില്ലേ. അപ്പോൾ അയാളുടെ ഭാര്യയും അവിടുത്തെ ജോലിക്കാരും എല്ലാവരും അവിടുന്ന് പോവും. ദുവാൻഷു ഇങ്ങനെ ലോഡോങ്ങിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് എൻ്റെ അച്ഛൻ ഇനി ഇങ്ങോട്ട് വരില്ല. ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെന്നൊക്കെ അവൻ അങ്ങനെ പറയും. നമ്മൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് തന്നെയല്ലേ ഉണ്ടായിരുന്നത്. നീയൊക്കെ അവിടെയുള്ള സമയത്ത് മന്ത്രങ്ങളൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നല്ലോ. അതെല്ലാം നല്ല വിശ്വാസമായിരുന്നു. ഇപ്പോൾ അതൊക്കെ എങ്ങനെയാ ഇല്ലാണ്ടായിന്ന് തുവാൻഷിനോട് ഞാൻ ചോദിക്കുമ്പോൾ, അതൊന്നും ഇപ്പം നമുക്ക് സംസാരിക്കണ്ട. നമ്മളെന്തായാലും ഫ്രണ്ട്സൊന്നും ആയിരുന്നില്ലല്ലോ. അവിടെ ശത്രുക്കളല്ലേ എന്നവൻ പറയുമ്പോൾ, എന്നാൽ പിന്നെ നമുക്ക് ഫ്രണ്ട്സായിരുന്നോടെ എന്ന് അവനും ചോദിക്കും. അതിനെക്കുറിച്ചൊന്നും നമുക്ക് സംസാരിക്കേണ്ട. ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരും ഇപ്പോൾ നേരെ നിൽക്കുന്നത്. വേറെ എന്തെങ്കിലും സാഹചര്യത്തിലാണെങ്കിൽ ഞാൻ നിന്നോട് ഉറപ്പായിട്ട് യുദ്ധം ചെയ്യും പറഞ്ഞിട്ട് ദുവാൻഷ് അവിടെ നിന്ന് പോകും. അടുത്തായി കാണിക്കുന്നത് യാനായിരിക്കും. അവൻ്റെ അടുത്തേക്ക് ഒരു അസിസ്റ്റൻറ്റ് വന്നിട്ട് സീം ഇപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. അവളിപ്പോൾ ഇങ്ങോട്ട് വന്നത് ആ ചെറിയ പ്രയത്നത്തിന് വേണ്ടി മാത്രമായിരുന്നു. അവളുടെ കൂടെ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഒരു ആത്മാവ് മാത്രമേ ഉള്ളൂ. അത് ഭയങ്കര പവർഫുള്ളാണെന്നൊക്കെ അയാൾ പറയും. അതാരാണെന്നിങ്ങനെ അവനും ആലോചിച്ചുകൊണ്ടിരിക്കും. ദുവാൻഷു ആണെങ്കിലോ മറ്റേ പെൺപ്രേതമുണ്ടല്ലോ അവളെ പിടിച്ചുകൊണ്ട് വന്നിട്ട്, ആ സൊങ്ക് എവിടെയെന്ന് നിനക്കറിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല, എന്നെ വിടുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഓടി രക്ഷപ്പെടാൻ നോക്കും. പക്ഷേ ദുവാൻഷു ആണെങ്കിലോ ആൾ വിടാതെ പിന്നാലെ പോകും. അങ്ങനെ അവൾ ഓടുന്ന സമയത്ത് ആരോ അവളെ തല്ലി താഴെയിടും. അത് നോക്കുമ്പോൾ യാനായിരിക്കും. അവനെ അവിടെ കണ്ടതും അവൾ വേഗം മുട്ട കൂത്തിയിരുന്നിട്ട് രണ്ടാമത്തെ അധിപന് നമസ്കാരം എന്നൊക്കെ പറയും. നീ എന്തിനാ ഇങ്ങനെ ഓടി വന്നത്? എന്ത് കണ്ടിട്ടാ പേടിച്ചെന്ന് ചോദിക്കുമ്പോൾ, ആ സൊങ്കില്ലേ, അതിനെ കണ്ടിട്ട് ഞാൻ പേടിച്ചോടി വരികയായിരുന്നു നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയും. അവള് കള്ളം പറഞ്ഞാണെന്ന് മനസ്സിലായിട്ട് ഞാനുണ്ടല്ലോ നീയോ എന്നൊക്കെ ചോദിച്ചിട്ട് അവളുടെ അടുത്തേക്ക് വരുന്ന സമയത്തായിരിക്കും ദുവാൻഷ് അങ്ങോട്ട് വരിക. അപ്പം തന്നെ ആ പെൺപ്രേതമുണ്ടല്ലോ വേഗം ദുവാൻഷിനോട്, മുട്ടുകുത്തിയിരിക്കും മുട്ടുകുത്തിയിരിക്കുക, ഇത് രണ്ടാമത്തെ അധിപനാണ്, മുട്ടുകുത്തിയിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ദുവാൻഷ് ഇങ്ങനെ ചോദിക്കും. ആ സമയത്ത് തന്നെ യാനു അവൻ്റെ അടുത്തേക്ക് വരും. രണ്ടുപേരും ഇങ്ങനെ കണ്ണോട് കണ്ണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം തന്നെ ആ പെൺപ്രേതം വേഗം, ഇവൻ പുതിയ ആത്മാവാണ്, ഇവൻ്റെ അടുത്ത റൂൾസ് ഒന്നും അറിയില്ല, ഞാൻ പറഞ്ഞു കൊടുക്കാന്നൊക്കെ പറയും. ആ സമയത്ത് ഇങ്ങനെ യാനിന് എന്തോ അത്യാവശ്യം വന്നിട്ട് അവൻ വേഗം അവിടെ നിന്ന് പോകും. അപ്പോൾ തന്നെ ആ പെൺപ്രേതം ദുവാൻഷിനോട്, നിനക്കത് ബുദ്ധിയില്ലേ? ആത്മാക്കളുടെ രാജ്ഞി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പദവിയിലുള്ളത് യാനാണ്, എന്നിട്ട് അവനോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക എന്നൊക്കെ ചോദിച്ചാൽ അവളിങ്ങനെ ദേഷ്യപ്പെടും. അത് മാത്രമല്ല, ഇവരും ആത്മാക്കളുടെ റാണിയും എപ്പോഴും ഒരുമിച്ചായിരിക്കും. ഇവർ രണ്ടുപേരും ഹൃദയം ഒന്നൊക്കെയാണെന്നാണ് പറയുന്നത്. അവർ രണ്ടുപേരും എന്തായാലും ഉടനെ കല്യാണം കഴിക്കേണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ആ പെൺപ്രേതം പറയുമ്പോൾ, ഇതൊക്കെ നിന്നോട് അവൾ പറഞ്ഞാണോ എന്ന് തുവാൻഷു ഇങ്ങനെ ദേഷ്യത്തോട് ചോദിക്കും. അതൊക്കെ ഇപ്പോൾ ആരെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് കുറേയൊക്കെ കണ്ടാൽ മനസ്സിലാവില്ലേ എന്ന് ആ പെൺപ്രേതം പറയും. ദുവാൻഷു അങ്ങനെ നേരെ സീമുവിൻ്റെ അടുത്തേക്ക് വരും. അവളാണെങ്കിലോ ഇപ്പോഴും അവരിൽ നിന്ന് നന്നായിട്ട് വൈന് കുടിക്കായിരിക്കും. നീ ഇവിടെ വന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ? ഇനിയും ഇപ്പോൾ എത്ര നാളുണ്ടാവുമെന്നാവോ? ഇങ്ങനെ കുടിച്ച് നശിക്കണ്ട. ഞാൻ നിനക്ക് വേണ്ടി ഒരു ക്യാൻഡി മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ദുവാൻഷു ഇങ്ങനെ അവൾക്കത് കൊടുക്കും. അവളാണെങ്കിലോ അതിൽ നിന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. അടുത്തതായിട്ട് ഇങ്ങനെ സീമു ഫെങ്കിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് ഞങ്ങൾ ആ സൊങ്കിനെ കുറേ അന്വേഷിച്ചു. പക്ഷേ അവൻ്റെ വിവരമൊന്നും കിട്ടിയില്ല. നിങ്ങൾ വെറുതെ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവേണ്ട. 5 സെൻസ് നന്നായി ആസ്വദിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ അവൻ പറയുമ്പോൾ, അത് നല്ലൊരു ഐഡിയ ആണെന്നൊക്കെ സീമും പറയും. ആ സമയത്തുണ്ടല്ലോ ഒരു കാക്ക ഇങ്ങനെ വരും. അതിൻ്റെ കണ്ണിൽ നോക്കുന്ന സമയത്ത് സീമുവിന് എന്തോ ഒരു മെസ്സേജൊക്കെ മനസ്സിലാവും. അവിടെ കട്ട് ചെയ്തിട്ട് നേരെ കാണിക്കുന്നത് ഒരു മരം ഉണ്ടല്ലോ ആത്മാക്കളൊക്കെ പോണത്, അതായിരിക്കും. ജീജി ഇങ്ങനെ അയാൾക്ക് എന്തോ ശക്തി കൊടുത്തോണ്ടിരിക്കും. ആ സമയത്ത് തന്നെ ആയിരിക്കും യാനും അങ്ങോട്ട് വരിക. യാനും എന്നിട്ട് ആ മരത്തിന് ശക്തി കൊടുക്കാൻ തുടങ്ങും. ആ മെസ്സേജ് കിട്ടിയിട്ടായിരിക്കും യാന അവിടെ നിന്ന് വന്നിട്ടുണ്ടാവുക. അവർ രണ്ടുപേരും ഇങ്ങനെ കുറേ ശക്തി കൊടുത്തെങ്കിലും അത് റെഡി ആയിട്ടുണ്ടാവില്ല.
ഇനിയിപ്പോൾ നമ്മളെക്കൊണ്ട് ഇതെന്തായാലും റെഡിയാക്കാൻ പറ്റില്ല. ഇതിന് റാണി തന്നെ വേണ്ടി വരുമെന്ന് അവരിങ്ങനെ പറയും. ആ സമയത്തുണ്ടല്ലോ ധുവാൻഷു ഇങ്ങനെ സീമുവിനെ കാണാൻ വേണ്ടി വന്നൊക്കെയിരിക്കും. അവൾക്ക് വേണ്ടി ഒരു പൂവൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടാവും. നിന്റെ സെൻസ് അവസാനിക്കാറായില്ലേ? അതുകൊണ്ട് ഈ പൂവിൻ്റെ മണം അറിയാൻ വേണ്ടി ഞാൻ നിനക്കിത് കൊണ്ടുവന്നതാണെന്നൊക്കെ അവൻ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾക്ക് കൊടുക്കും. സീമാണെങ്കിലോ ആ സമയത്ത് എന്തോ ഒരു സാധനം ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ നാട്ടിലേക്ക് പോകാം. അവിടെ പോയാൽ നിനക്ക് എന്തായാലും ഇഷ്ടാവും എന്നൊക്കെ ധുവാൻഷിന് പറയുമ്പോൾ, ഈ സെൻസ് അവസാനിച്ച് എൻ്റെ ശക്തി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തിരികെ എൻ്റെ സ്ഥലത്തേക്ക് തന്നെ പോകുമെന്ന് സീമു പറയും. അത് കേൾക്കുമ്പോൾ ധുവാൻഷിന് നല്ല വിഷമമൊക്കെ ആവും. അപ്പോൾ തന്നെ അവളുടെ സെൻസ് ഇങ്ങനെ തീർന്നു പോകും. സീമു ആണെങ്കിലോ ധുവാൻഷുവിന് വേണ്ടിയിട്ട് ഒരു പൗച്ച് റെഡിയാക്കിയിട്ടുണ്ടാവും. അതിൽ കുറേ പെർഫ്യൂമൊക്കെ ഉണ്ടാവുമെന്ന്. ആ സമയത്ത് രണ്ടുപേരുടെ സെൻസ് വീണ്ടും മാറാൻ തുടങ്ങും. അത് കഴിയുമ്പോഴേക്കും ജീജി കുറേ ആത്മാക്കളൊക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ സീമുവിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വരും. സീമു ആ പല്ലക്കിൽ കയറിയിരിക്കുന്ന സമയത്ത് ധുവാൻഷു ആണെങ്കിലോ വേഗം ഓടി വന്നിട്ട്, നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ, പക്ഷേ എന്നെ നിന്റെ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. അപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എനിക്ക് നിന്നെ എപ്പോഴും കാണുകയും ചെയ്യാം. നമുക്ക് രണ്ടുപേർക്കും പിരിയേണ്ടി വരില്ലല്ലോ എന്നൊക്കെ അവനിങ്ങനെ പറയും. അവിടെ ആത്മാക്കൾക്ക് തന്നെ വരാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ മനസ്സിലായ നിനക്കൊരിക്കലും അങ്ങോട്ട് വരാൻ പറ്റില്ല എന്നൊക്കെ അവൾ പറയും. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. ഞാൻ അതൊക്കെ റെഡിയാക്കിക്കോളാം എന്നൊക്കെ അങ്ങനെ പറയും. ഒടുവിൽ സീമു എന്നിട്ട് ധുവാൻഷയും കൂട്ടിയിട്ട് ആ മരത്തിൻ്റെ അടുത്തേക്ക് പോകും. സീമു നേരെ മരത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൾ മന്ത്രമൊക്കെ ഉപയോഗിച്ചിട്ട് അത് റെഡിയാക്കാൻ തുടങ്ങും. അതിപ്പോൾ ഒരുവിധമൊക്കെ റെഡി ആയിട്ടുണ്ടാവും. പക്ഷേ ഇനി മന്ത്രം ഉപയോഗിക്കേണ്ടി വരുമെന്ന് അവളിങ്ങനെ പറയും. ധുവാൻഷിനോട് ഒരു പുഴ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അതിലൊരു ചുഴി പോലെയൊക്കെ ഉണ്ടാവും. അതിനുള്ളിൽ കൂടെ വന്നിട്ട് വേണം നിനക്ക് ആത്മാക്കളുടെ ലോകത്തെത്താൻ. പക്ഷേ അവിടെ കുറേ ആത്മാക്കളുണ്ടാവും. നിന്നെ അവർ വെറുതെ വിടുമെന്ന് പോലും തോന്നുന്നില്ല എന്നൊക്കെ അവനോട് പറയുമ്പോൾ, നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. അത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ജീവിക്കണം. എന്തൊക്കെ കഷ്ടം വന്നാൽ ഞാൻ അങ്ങോട്ട് തന്നെ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ആ വഴിക്ക് ചാടും. ഇവൻ്റെ കയ്യിൽ ഡെലിവറൻസ് വളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവ എന്തായാലും പവർഫുൾ ആയിരിക്കുമല്ലേ എന്ന് ജീജി ഇങ്ങനെ പറയുന്ന സമയത്ത്, നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് സീമു ആദ്യം തന്നെ പോകും. ജീജി ആണെങ്കിലോ അവിടെ ഒരു മന്ത്ര കവചമൊക്കെ ഉണ്ടാക്കിയിട്ട് അവളുടെ കൂടെയുള്ള ആൾക്കാരെ എല്ലാവരും കൂട്ടിയിട്ട് ഒപ്പം തന്നെ പോകും. സീമു അവിടെ എത്തിയത് ഇങ്ങനെ പല്ലക്കുന്ന സ്റ്റൈലായിട്ടൊക്കെ ഇറങ്ങും. ആ സമയത്ത് കുറേ ജെല്ലി ആത്മാക്കളെ വന്നിട്ട് അവൾക്ക് നടക്കാൻ വേണ്ടി ഒരു പാലം പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അവൾ കുറച്ച് മുന്നോട്ട് വന്നു പെട്ടെന്ന് ഇങ്ങ് തിരിഞ്ഞു നോക്കും. അപ്പോൾ അവിടെ ധുവാൻഷു നിൽക്കുന്നുണ്ടാവും. അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ധുവാൻഷു ആണെങ്കിലോ, ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചില്ലല്ലേ എന്നൊക്കെ ചോദിക്കും. ഇവനെ 3 ദിവസം കെട്ടിയിടയെന്ന് പറഞ്ഞിട്ട് സീമു ആണെങ്കിൽ അവിടെ നിന്ന് പോകും. ഞാനും ഇങ്ങനെ ഇവനെ നേരത്തെ കണ്ട ചെക്കൻ തന്നെയാണല്ലോ എന്നൊക്കെ വിചാരിക്കും. സീമു നേരെ അവളുടെ ചെയറിലൊക്കെ വന്നിരിക്കും. ഈ സമയത്ത് ഇങ്ങനെ ധുവാൻഷു ആ കെട്ടിയിട്ടോടത്ത് ഇങ്ങനെ ആടി ആടിയിട്ട് അവളെ നോക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവും. സീമ അങ്ങോട്ട് വന്നതും ഓരോരുത്തരായിട്ട് ഇങ്ങനെ പരാതികൾ പറയാൻ തുടങ്ങും. ഈ ഭൂമിക്കൊക്കെ വന്ന കുറേ ആത്മാക്കൾ ഉണ്ടാവില്ലേ, അവരെ കുറിച്ചൊക്കെ ഇരിക്കുന്ന പരാതി പറയുന്നുണ്ടാവുക. ആ സമയത്ത് അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ ചാങ്, അവനെ ജയിലിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. അവനെ നമുക്ക് കൊന്നു കളയാന്ന് സീമു അങ്ങനെ പറയും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ജീജിന് പുറത്തേക്ക് വരുമ്പോൾ, നിന്റെ കയ്യിൽ ഡെലിവറൻസ് വാളൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത്, നിനക്ക് സീമുവിനെ കുറിച്ച് അറിയുമോയെന്ന് ധുവാൻഷു അവളോട് തിരിച്ചു ചോദിക്കും. എനിക്ക് സീമുവിനെക്കുറിച്ച് മാത്രമല്ല അവളുടെ ഫാമിലിയെക്കുറിച്ച് അറിയാമെന്ന് ജീജിന് പറയുമ്പോൾ, എന്നാ എനിക്ക് അതൊക്കെ പറഞ്ഞു തരുമെന്ന് ധുവാൻഷു ചോദിക്കും. റാണിയെക്കുറിച്ച് അറിയുന്നത് അപകടം വിളിച്ചു വരുത്തുന്നതും ഒരുപോലെയാണെന്ന് അവൾ പറയുമ്പോൾ, എനിക്ക് തന്നെ റാണിയെക്കുറിച്ചല്ല സീമുവിനെക്കുറിച്ചാണ് അറിയേണ്ടതെന്ന് പറയും. ഈ വാൾ ശരിക്കും അവളുടെ ആൻറ്റിയുടെയാണ്. ആ ആൻറ്റി മരിച്ചതിന് ശേഷം പിന്നെ ആരെയും ഈ വാള് മാസ്റ്ററായി തിരഞ്ഞെടുത്തിട്ടില്ല. ഇപ്പം നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ, എനിക്ക് അവളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് ധുവാൻഷു പറയും. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. പക്ഷേ നീ എനിക്ക് 1/2 മില്യൺ സ്പിരിറ്റ്സ് സ്റ്റോൺ കൊണ്ടുവന്ന് തരണമെന്ന് അവളും പറയും. 1/2 മില്യണോ? അത് ഒരുപാടല്ലേന്ന് ധുവാൻഷു ഇങ്ങനെ ചോദിക്കും. സ്പിരിറ്റ് സ്റ്റോൺസ് പറഞ്ഞാൽ അവരുടെ അടുത്ത പൈസ ആയിരിക്കും കേട്ടോ. നീ പൈസ ഇപ്പോൾ കൊണ്ടുവരണോ അപ്പം ഞാൻ അതൊക്കെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് അവൾ നടന്നു പോകും. അതേ സമയമായിരിക്കും ഞാനും അങ്ങോട്ട് വരിക. നീ എന്ത് മന്ത്രം ചെയ്തിട്ടാ സീമുവിനിങ്ങനെ മയക്കിയെടുത്ത് അവളുടെ കൂടെ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് ഞാനും സീമുവും തമ്മിലുള്ള കാര്യമാണെന്ന് അവൻ അങ്ങനെ പറയും. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ റാണീനെ പേരെടുത്ത് വിളിക്കുന്നത് പറഞ്ഞിട്ട് ഞാൻ അവനെ എന്തോ അങ്ങനെ ചെയ്യാൻ പോണ സമയത്തായിരിക്കും പെട്ടെന്ന് അവിടെ ശംഖ് പോലെ എന്തോ ഒരു സൗണ്ട് കേൾക്കുക. അത് കേട്ടതും ഞങ്ങളുടെ നാടുറങ്ങാനുള്ള സമയമായി, ഇനി നിന്റെ കാര്യം കോക്കാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോകും. ആ സമയത്ത് അവിടെയുള്ള ലൈറ്റൊക്കെ ഇങ്ങനെ ഓഫാവാൻ തുടങ്ങും. ഒരു കണ്ണുപോലെ എന്തോ ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ടാകും. ആ സമയത്ത് ചുറ്റും ഇങ്ങനെ അലറുന്ന പോലൊരു സൗണ്ട് കേൾക്കും. തുപ്പാച്ചുവിനെ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ചെവിയൊക്കെ ഇങ്ങനെ അടിക്കാൻ തുടങ്ങും. ഇത്രയും നാൾ സീമു ഇവിടെയാണോ ജീവിച്ചതെന്നൊക്കെ അവനെ ആലോചിക്കുന്ന സമയത്തായിരിക്കും അവനെ ഒരു സോംബി പോലെ എന്തോ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വരിക. അത് വന്ന് ധുവാൻഷി വേഗാൻ്റെ വാളൊക്കെ എടുത്തിട്ട് ആ കയറൊക്കെ മുറിക്കും. എന്നിട്ട് അതിൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ തുടങ്ങും.
അവന് ചെറിയൊരു മുറിയൊക്കെ പറ്റിയെങ്കിലും അവസാനം അവൻ അതിനെ കൊല്ലും. ആ സമയത്ത് ഇങ്ങനെ എന്തൊരു മണം വന്നിട്ട് അവൻ നേരെ അവിടെ പോയി നോക്കും. അത് നോക്കുമ്പോൾ ഒരു ചെറിയ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ വീടൊക്കെ ആയിരിക്കും. അതിനൊരു മന്ത്രകവചമൊക്കെ ഉണ്ടാവുമെങ്കിലും ധുവാൻഷുവിന് ഉള്ളിലേക്ക് പോകാൻ പറ്റും. അവൻ നേരെ അവിടെ പോയി നോക്കുമ്പോൾ അവിടെയുള്ള എല്ലാ സാധനങ്ങളും കളിമണ്ണ് കൊണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചെടികളും പൂക്കളും മോമോസ് വരെ ഉണ്ടാവും. പക്ഷെ അതടക്കം മണ്ണിലായിരിക്കും. ആ സമയത്താണ് അതിൻ്റെ ഉള്ളിൽ സീമോനെ കണ്ടിട്ട് അവൻ വേഗം അങ്ങോട്ട് പോവുക. അവളാണെങ്കിലോ അപ്പോൾ ആ കളിമണ്ണ് കൊണ്ടുകൊണ്ട് ഒരു ചെടി എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നീ എങ്ങനെ ഇങ്ങോട്ട് വന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ അവിടെ ഒരു കവചമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെന്നെ ഉള്ളിലേക്ക് വിട്ടുവെന്ന് അവൻ ഇങ്ങനെ പറയും. നീ എന്താ സീമു, ഞാനൊരു ആവേശത്തിന് ആ വെള്ളത്തേക്ക് എടുത്ത് ചാടിയെന്നല്ലേ വിചാരിച്ചത്. അതിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ സ്ട്രോങ് ആണെന്ന് എനിക്ക് മനസ്സിലായില്ലേ. എൻ്റെ ആഗ്രഹം അതേപോലെ തന്നെ സ്ട്രോങ് ആണ് എന്നൊക്കെ അവൻ പറയുമ്പോൾ അതൊന്നും ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല എന്ന് സീമു ഇങ്ങനെ പറയും. നീ എന്നെ അവിടെ കെട്ടിയിട്ട് പേടിപ്പിച്ചാ ഞാൻ ഇവിടുന്ന് പോവെന്ന് വിചാരിച്ചോ? ഞാനൊരു ചെറിയ ചെക്കനായതുകൊണ്ട് പേടിച്ചു ഓടുന്നൊക്കെ വിചാരിച്ചോ? ഇപ്പോൾ പോലും ഞാൻ നിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി വന്നത്. ഈ വീട് ശരിക്കും നീയും നിൻ്റെ അച്ഛനും അമ്മയും കൂടി ചെറുപ്പത്തിൽ താമസിച്ചിട്ടുണ്ടായിരുന്നതല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് സീമാണെങ്കിലും അവൾ ശക്തി ഉപയോഗിച്ചിട്ട് അവനെ വീണ്ടും ആ പഴയ സ്ഥലത്തേക്ക് തന്നെ കൊടുന്നിടും. അവനാണെങ്കിൽ ഓ നല്ല വേദനയുണ്ടല്ലോ, എന്തായാലും 3 ദിവസം കെട്ടിയിടാൻ പറഞ്ഞില്ലേന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ കയറൊക്കെ എടുത്തിട്ട് അവിടെ അങ്ങനെ തൂങ്ങിക്കിടക്കാൻ തുടങ്ങും. അങ്ങനെ പിറ്റേ ദിവസം സീമു ആണെങ്കിൽ വീണ്ടും ആ മരത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അതിന് ശക്തി കൊടുക്കാൻ തോന്നും. ഇനിയും ശക്തി കൊടുക്കേണ്ടി വരും എന്നൊക്കെ അവളിങ്ങനെ മനസ്സിൽ വിചാരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും സീമും കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് നീ എന്തായാലും ആ മരത്തിന് ശക്തിയൊക്കെ കൊടുത്തല്ലോ, അത് നന്നായി എന്നൊക്കെ ഞാൻ പറയുമ്പോൾ സീമും അവൻ്റെ അടുത്ത് ഇങ്ങനെ ചിരിക്കും. ദുപാൻഷനുള്ള ആക്കാണ്ട് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ട് ഇപ്പോഴും എങ്ങനെ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ നീ ആശ്ചര്യപ്പെടുന്നുണ്ടോ എന്ന് ദുവാൻഷു ചോദിക്കുന്ന സമയത്ത് നീ വെറും ഒരു സാധാരണക്കാരനാ, നിന്നെയൊക്കെ കൊല്ലാൻ എനിക്ക് വെറും ഒരു സെക്കൻഡ് മതി, ജീവിച്ച് പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ദുവാൻഷുവിനെ പുച്ഛിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോകും. ആ സമയത്തായിരിക്കും മറ്റേ പെൺപേതല്ലേ അവൾ അങ്ങോട്ട് വരിക. നീ എങ്ങനെയാടാ ഇങ്ങോട്ട് വന്നത്, ഇവിടെ കെട്ടിയിടാൻ മാത്രം നീ എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവിടെ ഒരു സൗണ്ട് കേൾക്കും. ആ കോട്ട് തുടങ്ങുന്ന സമയമായി, ഞാൻ ഇപ്പോൾ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പെൺപ്രേതമുണ്ടല്ലോ അവിടെ നിന്ന് പോകും. ഇതോടുകൂടിയാണ് ഈ പാട്ട് തീരുന്നത്. അപ്പോൾ അടുത്ത പാട്ടിന് എല്ലാവരും വെയിറ്റ് ചെയ്യണം. സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.